ഈ കഴിഞ്ഞ കുംഭഭരണിയുടെ അന്ന് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ തലേ ദിവസം അമ്പലത്തിൽ ഗാനമേളൊക്കെ ഉണ്ടെന്ന് കേട്ടപ്പോൾ ഞാനും അച്ഛനും നക്ഷുമോനും കൂടിയിട്ട് ആ വഴി ഒന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളവിടെ ചെന്നപ്പോൾ തന്നെ ഗാനമേളൊക്കെ തുടങ്ങിയിരുന്നു. അത്യാവശ്യം ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. ഗാനമേള കാണാനൊക്കെ ആയിട്ട് ഒരുപാട് കുട്ടികളും ചേച്ചിമാരും അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. അവരൊക്കെ നിലത്തും അതുപോലെ തന്നെ മതിലുമേലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിന്നിട്ടും ഇരുന്നിട്ടൊക്കെ ഗാനമേള കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു കേട്ട പാട്ടിൻ്റെ നക്ഷുമോന് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അവൻ നന്നായി ആസ്വദിച്ച് നിന്നിരുന്നു കേട്ടിരുന്നു. അങ്ങനെ അമ്പലമൊക്കെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അവർ ലൈറ്റൊക്കെ ഇട്ടിട്ട്. അത് കഴിഞ്ഞിട്ട് നക്ഷുമോനും അച്ഛനും ഞാനൊക്കെ കൂടിയിട്ട് പൂരപ്പറമ്പൊന്ന് കണ്ടാലോ എന്ന് വെച്ചിട്ട് ഇറങ്ങി. നക്ഷുമോൻ നന്നായിട്ട് പൂരപ്പറമ്പൊക്കെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ഉണ്ടോ നക്ഷുമോനും അച്ഛനോട് സൈഡിൽ നിന്ന് മെല്ലെ മെല്ലെ സ്റ്റെപ്പ് വയ്ക്കുന്നു. നക്ഷുമോനെ ശരിക്കും ഇറക്കി വിട്ടാൽ അവനിന്ന് അവിടെ ഒന്ന് ഇളക്കി മറയ്ക്കും. പക്ഷേ ഞങ്ങൾ താഴെ ഇറക്കിയിട്ടില്ല. അവൻ മണ്ണും പൊടിയൊക്കെ വാരി കളിക്കും. അതുകൊണ്ട് അങ്ങനെ കടലൊക്കെ കഴിച്ചുകൊണ്ടാണ് നക്ഷുമോൻ്റെ ഡാൻസ് കളി. നല്ല കയ്യോട്ടലൊക്കെ ആയിരുന്നു പാട്ടൊക്കെ ഇട്ടിട്ട്. അങ്ങനെ നിൽക്കുമ്പോണ്ടോ 2 ചേട്ടന്മാരവിടെ ഭയങ്കര ഡാൻസ് കളി. പാട്ട് ഏതാണെന്നൊന്നും പുള്ളിക്കില്ല. പുള്ളി ഭയങ്കര സ്റ്റെപ്പടിലാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗാനമേള കാണാനെക്കാട്ടി ആൾക്കാരുണ്ടായിരുന്നു ചേട്ടന്മാരുടെ ഡാൻസ് കാണാൻ വേണ്ടിയിട്ട്. ഇപ്രാവശ്യത്തെ ഗാനമേള ചേട്ടന്മാർ തൂക്കിയിരിക്കുന്നു. അങ്ങനെ അതും കഴിച്ചൊരു ഐസ്ക്രീമും കഴിച്ച് വരുമ്പോൾ അതാ പാനിപ്പൂരി, അതൊരു പ്ലേറ്റ് കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിൽ.